ഇന്നു മുതൽ നമ്മുടെ ഈ ചാനലിൽ ചെമ്പനീർ പൂ എന്ന പുതുപുത്തൻ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായി. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു KSRTC ബസ് ഒരാളെ ഇടിച്ചു തെറിപ്പിക്കുന്നതായിട്ടാണ്. ആരാണ് അതെന്നോ അല്ലെങ്കിൽ ആരെയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് അവിടെയുള്ളത് KSRTC ബസ്സിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും ഈ ഇടിച്ച് തെറിപ്പിച്ച ആളും മാത്രമാണ്. ശേഷം കാണിക്കുന്ന നേരം പരവളാ വെളുത്തു വരുന്നു. ഒരു വയലിൻ്റെ ഓരത്തായിട്ട് ഒരു ചെറിയ മാടക്കടയിൽ കുറേ പേര് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടേക്കൊരു സ്കൂട്ടർ കടന്നു വരുന്നുണ്ട്. ആ സ്കൂട്ടറിൽ 2 പേരുണ്ട്. മുകുന്ദൻ എന്നയാളെയാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. തുടർന്ന് പുറകിലൊരു പോലീസുകാരനുണ്ട്. അപ്പോൾ അവർ ആ ചായക്കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ചോദിക്കും, ആരാണിത്, ഒരു പുതിയ പോലീസുകാരൻ ഇതിലേക്കൂടെ പോകുന്നത്? അപ്പോൾ ചായക്കടക്കാരൻ പറയും, അത് നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരനാണെന്ന് തോന്നുന്നില്ല, ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. തുടർന്ന് ഒരു ക്ഷേത്രമാണ് കാണിക്കുന്നത്. അതായത് നേരം വെളുത്ത് വരുന്ന സമയത്ത് ക്ഷേത്രം കാണിക്കുന്നു. ക്ഷേത്രത്തിൽ ഒരു അമ്മ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ളൊരു പൂക്കടയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാം. നാരായണീയം ട്രസ്റ്റ് നടത്തുന്ന സമൂഹ വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ഈ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്ന അമ്മ നേരെ പൂക്കടയിലേക്ക് വരുന്നു. പൂക്കടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുതലാളി അവിടെ നിൽപ്പുണ്ട്. കൃഷ്ണൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ഈ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്. ഈ അമ്മ കൃഷ്ണൻ ഇതുപോലെ കുറി തൊട്ട് കൊടുക്കുന്നു. കുറി തൊട്ടതിന് ശേഷം കൃഷ്ണൻ പറയുന്നുണ്ട്, സമൂഹ വിവാഹത്തിനുള്ള മാലയൊക്കെ കെട്ടി തുടങ്ങണം കേട്ടോ, ഇന്നെന്തായാലും മുഹൂർത്തം നേരത്തെ തന്നെയാണ്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ അതിലേക്കൂടെ വന്ന ആ പോലീസുകാരൻ നേരെ ഈ പൂക്കടയിൽ വന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, രേവതി എവിടെ? അപ്പോൾ പറയും, രേവതി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. രേവതി ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ആ കോളനിയിൽ ഉണ്ടാവും. എന്താണ് സാറേ പ്രശ്നം, എന്താ മുകുന്ദ പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഒന്നുമില്ല, ഞങ്ങൾക്ക് രേവതിയെ കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറയും. എന്നിട്ട് മുകുന്ദൻ പോലീസുകാരനോട് പറയും, അപ്പോൾ രേവതിക്ക് വിടുന്ന ഒരു ജോലിയുണ്ട്, അപ്പോൾ കറക്റ്റ് ഈ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ നേതാജി കോളനിയിൽ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ എന്താ മുകുന്ദ എന്ന് ചോദിച്ചിട്ടൊന്നും പറയാതെ തന്നെ മുകുന്ദനും പോലീസുകാരനും കൂടെ നേരെ വണ്ടി എടുത്ത് നേതാജി കോളനിയിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ ലക്ഷ്മി വന്നിട്ട് ചോദിക്കും, എന്താ കൃഷ്ണേട്ടാ പ്രശ്നം? അത് അവരൊന്നും പറഞ്ഞില്ല, അവർ പോയി എന്ന് പറയുന്നു. തുടർന്ന് നേതാജി കോളനിയാണ് കാണിക്കുന്നത്. അപ്പം ഒരു അഗ്രഹാരം പോലെ ഒരു കോളനി, പക്ഷേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. കുറേ പേര് ജോഗ് ചെയ്യുന്നു. തുടർന്ന് കുറേ പേര് കോലമൊക്കെ വരയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരവിടെ വരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ പത്രം ഇട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് പത്രം ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വീട്ടിലൊരു പെൺകുട്ടി കോലം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടി പറഞ്ഞിട്ട്, രേവതി ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പം തിരിച്ച് ഗുഡ് മോർണിംഗ് കാണിച്ചിട്ട് ഈ പെൺകുട്ടി അങ്ങ് സൈക്കിൾ ചവിട്ടി വണ്ടി ഓടിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം കറക്റ്റ് ആരാണ് ഇതെന്നുള്ളത് വ്യക്തമാകുന്നില്ല. ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പത്രം ഇട്ടുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പത്രം ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ കറക്റ്റ് ആ സമയത്ത് പോലീസുകാർ വന്നിട്ട് ചോദിക്കും, അവിടെ ജോയിങ്ങിന് വന്നവരോട് ചോദിക്കും, മോളെ രേവതിയെ കണ്ടോ എന്ന് ചോദിക്കും. കണ്ടല്ലോ, രേവതി ചേച്ചി പത്രം ഇട്ടിട്ട് പോയല്ലോ. അയ്യോ പോയോ, ഇപ്പോൾ എവിടെ കാണും? അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രൗണ്ടിലുണ്ടാകും. ചേച്ചിക്ക് അവിടെ ഡ്രൈവിങ്ങും പഠിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് പറയും. അപ്പം ചോദിക്കും പോലീസുകാരോട്, അത് ഞാൻ മറന്നു, മോൾക്ക് അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ലാത്തവരെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, അപ്പം നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് പോലീസുകാരനും മുകുന്ദനും കൂടെ അവിടേക്ക് പോകും. തുടർന്ന് പോലീസുകാരനും ഇതുപോലെ അവിടെ വരികയാണ്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നിടത്തെത്തുന്നു. രേവതിയെ ചോദിക്കുന്നു. രേവതി ഇന്ന് വന്നില്ല. രേവതി ചേച്ചി വരാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർഡ് കേണൽ സാറിൻ്റെ കൊച്ചുമകളെ ഇതുപോലെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുമെന്ന് പറയുന്നു. ഓക്കെ, എങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് 2 പേരും കൂടെ നേരെ റിട്ടയർഡ് കേണൽ സാറിൻ്റെ വീട്ടിലെത്തുമ്പോൾ കേണൽ സാർ അവിടെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ രേവതിയെ തിരക്കും. അപ്പോൾ കേണൽ സാർ പറയും, രേവതി ഇന്ന് നേരത്തെ പോയല്ലോ, അവളല്ലേ മാല കിട്ടുന്നത് സമൂഹ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളത്, നാരായണത്തിൻ്റെ എല്ലാ മാലയും കിട്ടുന്നത് അവൾ തന്നെയാണല്ലോ, അപ്പോൾ അവിടേക്ക് പോകണമെന്നും പറഞ്ഞ് നേരത്തെ പോയെന്ന് പറയുന്നു. കൊള്ളാം, ഞങ്ങൾ രേവതിയെ തപ്പി വന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല എന്ന് കേണൽ സാറിനോട് പറഞ്ഞതിന് ശേഷം 2 പേരും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ ഇങ്ങനെ സമൂഹ വിഭാഗത്തിന് വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നു. അപ്പം ചെറുക്കനും പെണ്ണും അതുപോലെ തന്നെ പോറ്റി എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പോറ്റി ചോദിക്കും, എവിടെ മാല, എവിടെ ചെറുക്കനും പെണ്ണിനും ഇടാനുള്ളതെന്ന് പറയും. അപ്പോൾ അമ്പലത്തിലെ ഒരു ഭാരവാഹി പറയും, അത് രേവതിയല്ല ഏറ്റിരിക്കുന്നത്, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളും, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട എന്ന് പറയുന്നു. തുടർന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ മാലയൊക്കെ പിടിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നേരെ അമ്പലത്തിലേക്ക് വന്ന് അമ്പലത്തിൽ നേരെ തൊഴുകയാണ്. ഇതുപോലെ, ദൈവമേ, എല്ലാ കല്യാണത്തിനും ഞാൻ തന്നെയാണ് ഇവിടുത്തെ മാല കെട്ടി കൊടുക്കുന്നത്, അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ മാല കൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് അവിടെ സമൂഹ വിവാഹമാണ്. എല്ലാവരും വിവാഹത്തിൽ പങ്കുചേരുന്നു. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അപ്പം ഒരു ഭാരവാഹി വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ മാല കെട്ടിയും കൊടുത്ത് നടന്നാൽ മതിയോ മോളെ, മൂക്കും വേണ്ട ഒരു കല്യാണം എന്നൊക്കെ പറയും. കൊള്ളാം, ഇതാരോടാ ഈ പറയുന്നത്? രാമേട്ടാ,
എനിക്ക് 5 വയസ്സല്ലേ ആയുള്ളൂ, ഞാൻ 1-ാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായമല്ലേ, ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കുക, എനിക്ക് പഠിച്ച് നടക്കേണ്ട പ്രായമല്ലേ എന്ന് പറഞ്ഞ് അവരോട് തമാശയൊക്കെ പറഞ്ഞ് പതിയെ രേവതി നടന്നു നീങ്ങുന്നു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ചോദിക്കും, എന്താ രാമേട്ടാ ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞ? അത് രേവതിയുടെ പിറന്നാൾ ഫെബ്രുവരി 29-ാം തീയതിയാണ്. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ രേവതിക്ക് ഇപ്പോൾ 5 വയസ്സേ ആയിട്ടുള്ളൂ, അതായത് ഈ ലീപ്പ് ഇയർ. അപ്പോൾ ചോദിക്കും അതെന്താ? അതായത് ഫെബ്രുവരി 25-ാം തീയതി വല്ലപ്പോഴും 29-ാം തീയതി വല്ലപ്പോഴുമല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ പിടികിട്ടിയെന്ന് പറയുന്നു. തുടർന്ന് ഇവരോട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി രേവതി നടന്നു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പോലീസുകാരനും അതുപോലെ തന്നെ മുകുന്ദനും അവിടെ വരും. മുകുന്ദൻ വന്നിട്ട് ചോദിക്കും, ഞങ്ങൾ എവിടെയെല്ലാം തപ്പി നടന്നെന്നറിയാമോ രേവതിയെ? എന്താ മുകുന്ദേട്ടാ, എന്താ കാര്യം? അതായത് ഇത് നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന സാറാണ്. അപ്പോൾ സാറിനൊരു വാടക വീട് വേണം, മോളത് റെഡി ആയി കൊടുക്കണം. അപ്പം രേവതി ചോദിക്കും, എത്രയാണ് വാടക ഉദ്ദേശിക്കുന്നത്? അപ്പം മുകുന്ദൻ പറയും, കൈക്കൂലിയൊന്നും വാങ്ങാത്ത ഒരു സാറാണ്, അപ്പോൾ ഒരു മിനിമം 10,000 രൂപ. ഓക്കെ, എന്തായാലും എനിക്ക് വേറെ 1-2 പ്രോഗ്രാമുണ്ട്, അത് കഴിഞ്ഞ് ഒരു 3:30 ആകുമ്പോഴത്തേക്കിന് ഞാൻ എത്താം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് രേവതിയോട് പറയും, പോറ്റി തിരക്കുന്നുണ്ട് രേവതി എന്ന് പറയും. അപ്പം ശരി സാർ, ഞാനെങ്കിൽ പിന്നീട് കാണാമെന്നും പറഞ്ഞ് രേവതി അവിടേക്ക് പോകുന്നു. അപ്പോൾ മുകുന്ദൻ പറയും, ഈ കുട്ടി ചെയ്യാത്ത ജോലിയൊന്നുമില്ല, ഏതൊരു കാര്യം ഏറ്റാലും അത് റെഡിയാണ്, അപ്പോൾ ഇനി സാറിൻ്റെ കാര്യം അവൾ നോക്കിക്കോളൂ എന്ന് പറയുന്നു. തുടർന്ന് അമ്പലത്തിൻ്റെ പുറത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പം രേവതി അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് കൃഷ്ണനും ലക്ഷ്മി ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണാം. അപ്പം കൃഷ്ണൻ പറയും, നീ ഇത് നോക്കി ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും. അതായത് നമുക്ക് മനസ്സിലാകുന്നത് രേവതിയുടെ കല്യാണം ഒന്നും നടക്കുന്നില്ല സാഹചര്യം കൊണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ഇതുപോലെ ഒരു പയ്യൻ ഇങ്ങനെ കാർ കഴുകിക്കൊണ്ട് നിൽക്കുക. അതായത് ഒരു വണ്ടി ഇങ്ങനെ അവൻ്റേതായ രീതിയിൽ അവൻ വൃത്തിയായിട്ട് ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് അവൻ്റെ 1-2 സുഹൃത്തുക്കൾ വന്നിട്ട് പറയും, എടാ സുരേഷിൻ്റെ പിരിവ് തന്നെ. അന്നേരം ഇത് കേട്ടിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാണ് ഈ പിരിവെന്ന് ചോദിക്കും. അത് നമ്മുടെ സുരേഷിൻ്റെ കല്യാണത്തിനാണെന്ന്. ഇത് കേട്ട് കഴിയുമ്പം സച്ചിക്ക് ദേഷ്യം വരും. സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി കൈയൊക്കെ മടക്കി നേരെ തിരിഞ്ഞു നിന്നിട്ട് ആ പൈസ കൊടുത്തത് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് പോക്കറ്റിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്നത് പോലെ തന്നെ തിരിച്ചു വാങ്ങി പോക്കറ്റിൽ വെക്കും. അത് കണ്ടിട്ട് കൂട്ടുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും, ഇതെന്താ സംഭവം? അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കും. നീ പ്രേമത്തിനല്ലേ വിരോധിയുള്ളൂ, നീ കല്യാണത്തിന് വിരോധമൊന്നുമല്ലോ. എങ്കിൽ നിനക്ക് തെറ്റി. പ്രേമം അനിയത്തിയാണെന്നുണ്ടെങ്കിൽ കല്യാണം ചേട്ടത്തിയാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കുകയേ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സച്ചിക്കൊരു കോൾ വരും. ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാറിലേക്ക് ഒരു ഓട്ടോ, അതായത് ആ ഒരു റിസോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സച്ചി നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ റിസോർട്ടിലേക്ക് പോകുന്നു. റിസോർട്ടിൽ ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറേ ഇപ്പോൾ വരുമെന്ന് പറയുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ഒരു കപ്പിൾസ് ഇറങ്ങി വരും. കപ്പിൾസ് ഇറങ്ങി വന്നിട്ട് സച്ചിയെ കണ്ടിട്ട് ചോദിക്കും, താനാണോ ഡ്രൈവർ? അതെ എന്ന് പറയുന്നു. അപ്പം എങ്കിൽ ഈ പെട്ടി എടുത്ത് ഡിക്കിയിലോട്ട് വെക്കാൻ പറയുന്നു. സച്ചി പെട്ടി എടുത്ത് ഡിക്കിയിലേക്ക് വെക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കാറിനകത്ത് കയറുന്നു. തുടർന്ന് കാറ് നൈസായിട്ട് അവരിങ്ങനെ നൈസായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ പുറകിലിരിക്കുന്നു. സച്ചി കാറായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തുടർന്ന് അവർ പാട്ടൊക്കെ കേട്ട് ഫീൽ ഗുഡ് മൂവിയായിട്ട് ഇങ്ങനെ മൂവി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വേറെ കല്യാണം നോക്കുന്നുണ്ട്, അപ്പം നമുക്കത് റെഡിയാക്കാം മോളെ, നീ അത് വിട്, നമുക്ക് എന്തായാലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ റൊമാൻറ്റിക്കായി കെട്ടിയൊക്കെ പിടിച്ച് കയ്യിലൊക്കെ ഇങ്ങനെ തടവി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സച്ചി ഇത് കണ്ണാടിയിൽ കൂടെ കാണുന്നുണ്ട്. ഈ സച്ചി കാണുന്നത് ഈ പുറകിലിരിക്കുന്ന പെൺകുട്ടി കാണുന്നു. നീ മുന്നോട്ട് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് അതോ പുറകോട്ട് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മുന്നിലോട്ട് നോക്കി വണ്ടി ഓടിക്കുക. ഒരുമാതിരി കേരളത്തിലെല്ലാം ഇങ്ങനെ ആകുന്നതിൻ്റെ കാരണം നിന്നെപ്പോലുള്ള ഡ്രൈവേഴ്സാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി കണ്ണാടി അങ്ങ് തിരിച്ചു വെക്കും. അപ്പോൾ പിന്നെ അവരിങ്ങനെ അവരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സച്ചി അത് കേൾക്കാതിരിക്കാനും സച്ചി വണ്ടിയുടെ പാട്ടിൻ്റെ വോളിയം കൂട്ടും. വോളിയം കൂട്ടി കഴിയുമ്പോൾ ആ പെണ്ണ് പറയും, ഇതെന്ത് വൃത്തികെട്ട പാട്ടാണ് ഇത്, ഒരു സെൻസ് ഇല്ലാത്തവൻ, ആ പാട്ട് ഓഫ് ചെയ്യാൻ പറയും. ഇത് കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരും. സച്ചി അങ്ങ് സൈഡിലോട്ട് വണ്ടി ഒതുക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഇത് ബെഡ്റൂം ആക്കാനൊന്നുമല്ല ഈ വണ്ടി, നിങ്ങൾ കൂടുതൽ സംസാരിക്കാനും കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരോട് നല്ലതുപോലെ ദേഷ്യപ്പെടും. എന്നിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് മിറർ താത്തിട്ട് അവരോട് പറയും, നിങ്ങൾക്കിത് കൂടുതൽ റൊമാൻറ്റിക് ആവാനും ഇത് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാനും എന്നുള്ളതല്ലത്, നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും. അപ്പോൾ പറയും, നീ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. എനിക്ക് ഇച്ചിരി മര്യാദ കുറവാണ്, നീ കൂടുതൽ സംസാരിക്കാതെ വണ്ടിക്കകത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറയുന്നു. അത് മാത്രമല്ല, നിങ്ങൾ കപ്പിൾസോ അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കോ അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ മൂന്നാർ പോകുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ രണ്ടുപേരും മൂന്നാർ പോകുന്നു, ഡേറ്റിംഗ് ചെയ്യുന്നു, രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് പോകുന്നു, വേറെ ആളെ തിരഞ്ഞെടുക്കുന്നു. ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്, അല്ലാതൊന്നും അല്ലല്ലോ. ഇനി ഈ വണ്ടി നിങ്ങളെ കൊണ്ട് എന്തായാലും മൂന്നാറിലേക്ക് വരാൻ പോകുന്നില്ല, നീ നിൻ്റെ പണി നോക്കിപ്പോയെന്ന് പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടു. അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ വഴി വായി നോക്കി നിൽക്കുന്നു. തുടർന്ന് സച്ചി തൊട്ടപ്പുറത്തെ കടയിലേക്ക് കരിക്ക് കുടിക്കാൻ വേണ്ടി പോവാം.
അപ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി കരിക്കിന് പറയുമ്പോൾ അവിടെ അതിന് കുറച്ച് മാറി വേറൊരു കടയിൽ നിന്ന് ഒരു സ്ത്രീ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. അപ്പോൾ ബൈക്കിൽ രണ്ടുപേർ വന്ന് ആ സ്ത്രീയോട് ചോദിക്കും, ഇതുപോലെ വഴി ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ വഴി പറഞ്ഞു കൊടുക്കുന്ന ആ കറക്റ്റ് സമയത്ത് അവന്മാർ മാല പൊട്ടിച്ചുകൊണ്ട് പോകും. ഇത് കണ്ട് സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സച്ചി പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് അവരുടെ പുറകെ പോവുകയാണ്. എന്നിട്ട് പുറകെ പോയിട്ട് അവന്മാരുടെ എങ്ങനെയെങ്കിലും അവന്മാരെ തടയാന്നുള്ള ലക്ഷ്യത്തിൽ നോക്കുന്നു. പക്ഷേ അവന്മാർ നിർത്തുന്നില്ല. അവന്മാർ നേരെ വണ്ടി ഓടിച്ചൊരു മാർക്കറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ അവന്മാരെ കൊണ്ട് ക്രോസ് വെച്ച് നേരെ മാർക്കറ്റിനകത്തേക്ക് കയറി അവന്മാരെ രണ്ടുപേരെ ഇടിച്ച് നിലംപരിശാക്കുകയാണ് നമ്മുടെ നായകനായ സച്ചി. അവർ രണ്ടുപേരെയും തല്ലി മാല അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവന്മാരെ അവിടെ നിന്ന് അടിച്ചോടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് സമയത്ത് രേവതി അവിടേക്ക് വരും. രേവതി അവിടേക്ക് വന്ന് ചോദിക്കും, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ സംഭവം എന്ന് ചോദിക്കും. അതേ, പട്ടാപ്പകൽ രണ്ട് പിള്ളേരുടെ മാല അവൻ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം രേവതി വരുമ്പോൾ കാണുന്നത് ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോയവന്മാരുടെ നിന്ന് മാല തട്ടിപ്പറിച്ച് അവന്മാരെ അടിച്ചോടിക്കുന്ന സച്ചിയുടെ രംഗമാണ്. അപ്പം രേവതി ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. അപ്പോൾ കറക്റ്റ് സമയത്ത് സച്ചി ഈ മാലയുമായിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ രേവതി നേരെ മുകുന്ദേട്ടനെ വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നമ്മുടെ ആ സാറിനെ വിളിച്ചിട്ട് പറയണം, ആ വണ്ടി നമ്പരൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ആ മാല പൊട്ടിച്ചവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ തൊട്ടടുത്ത് നിന്നവരൊക്കെ പറയും, മോൾ ഇതിനൊക്കെ തല വെച്ച് കൊടുക്കണോ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മോൾക്കാണ് പ്രശ്നം, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം രേവതി പറയും, എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇങ്ങനെയല്ല സംഭവിക്കേണ്ടത്, ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് പ്രതികരിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അവരെല്ലാം പറയും, അതെ, എന്തെന്നാലും പെൺകുട്ടി, ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് സമൂഹത്തിന് ആവശ്യമെന്ന് വളർത്തുന്നു. തുടർന്ന് രേവതി അങ്ങ് നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി ഈ മാലയുമായി ആ മാല പൊട്ടിച്ച ആ ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് മാല കൊണ്ട് കൊടുത്തിട്ട് ആ ചേച്ചിയുടെ സന്തോഷം അപ്പോൾ വളരെയേറെ കൂടുതലാണ്. അപ്പം ആ മാല വാങ്ങിയിട്ട് ചേച്ചി സച്ചിയെ അനുഗ്രഹിക്കുന്നുണ്ട്. മോനെ പോലെ ഒരാളില്ലായിരുന്നുണ്ടെങ്കിൽ ഈ മാല കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല, അപ്പോൾ മോന് നല്ലത് വരട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രണ്ട് ധ്രുവത്തിൽ, അതായത് എങ്ങുമെങ്ങും എത്താത്ത രണ്ടു പേര് തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളും പോരുകളും അവർ തമ്മിൽ സംസാരിക്കാതെ തന്നെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഉടനെ തന്നെ ഒന്ന് യോജിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള എപ്പിസോഡുകൾ കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.